നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വളരെ വലിയ സ്നേഹ നമസ്കാരം. ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്കൊരു പിക്ചർ കാണിച്ചു തരാം. ആ പിക്ചറിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ഒരു ഗംഭീര പിക്ചറാണ്. ഈ പിക്ചറിൽ കൃത്യമായിട്ട് ഓരോന്ന് എടുത്തെടുത്ത് പറയേണ്ട കാര്യമുണ്ട്. ഇതിൽ ആദ്യം നമ്മൾ കാണുന്നത്, ഇതിൽ ഏറ്റെടുക്കുന്ന ആൾക്കാർക്ക് തന്നെ കാണുക, സൗജന്യ പഠനവും തൊഴിലുറപ്പും തൊഴിലും എന്നുള്ള രീതിയിലുള്ള ഒരു പരസ്യമാണ് ഇടതുവശത്ത് കാണുന്നത്. എന്നിട്ട് കൊടുത്തിട്ടുണ്ട് DDU-GKY എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ DDU-GKY എന്നുള്ള ഈ DD ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ, അതുപോലെ ഈ ഇലക്ട്രിക് പോസ്റ്റുകളിലൊക്കെ ഇതുപോലെ കേന്ദ്ര പദ്ധതികളുടെ ഷോർട്ട് ഫോം കാണാം. സത്യത്തിൽ ഇത് കേന്ദ്ര പദ്ധതിയാണ് എന്ന് അറിയാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇവിടത്തെയുള്ള എല്ലാവരും ഇത് ഷോർട്ട് ഫോമിൽ കൊടുക്കുന്നത്. കാരണം കേന്ദ്ര പദ്ധതി ആണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മുൻപിൽ പച്ച നുണകൾ പടച്ചിറക്കിക്കൊണ്ട് ഇനി പരിപാടി നടക്കില്ലല്ലോ. പിണറായി വിജയന്റെ കിറ്റ് എറിഞ്ഞ് നക്കാൻ കൊടുത്തിട്ടുള്ള അടുത്ത തിരഞ്ഞെടുപ്പൊന്നും നടക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഷോർട്ട് ഫോം കൊടുക്കുന്നത്. DDU-GKY പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ ഇന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് നടപ്പിലാക്കുന്ന സൗജന്യ തൊഴിൽ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന യുവതികൾക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി ഇതിന്റെ അടിയിൽ ഈ പദ്ധതിയുടെ പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. SSC സർട്ടിഫിക്കേഷൻ, 100% പ്ലേസ്മെന്റ്, സൗജന്യ വിദ്യാഭ്യാസം, സൗജന്യ പഠന ഉപകരണങ്ങൾ, സൗജന്യ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം, മികച്ച ക്ലാസ് റൂം, വിദഗ്ധരായ അധ്യാപകർ, ലാബ് സൗകര്യം, സൗജന്യ താമസം, ഭക്ഷണം, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനിയോ ഇതിന്റെ അടിയിൽ ഏറ്റവും അടിയിൽ കൊടുത്തിട്ടുണ്ട് അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫസ്റ്റ് ഫ്ലോർ ഓഫ് അൽ ജൗഫ് റെസ്റ്റോറന്റ്, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നൊക്കെ പറഞ്ഞ സ്ഥലപ്പേരും എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇനി ഇതിന്റെ വലതുവശത്ത് കൊടുത്ത കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അതിന്റെ മുകളിൽ ഒരു സ്ത്രീയുടെ ഫോട്ടോ ഒക്കെ കൊടുത്തിരിക്കുന്നു. അതിന്റെ മേലെ DDU-GKY എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആളുകൾക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിലാണ് പിന്നെ ഈ DDU-GKY എന്നുള്ളതിന്റെ ഫുൾ ഫോം കൊടുത്തിരിക്കുന്നത്. DDU-GKY എന്ന് പറഞ്ഞാൽ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന എന്നുള്ളത് തന്നെയാണ്. അത് ആർക്കും വായിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ ഏറ്റവും മുകളിൽ കൊടുത്തിട്ട് ഷോർട്ടായിട്ട് കുഞ്ഞു ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുത്തിരിക്കുന്നു. അതിന്റെ അടിയിൽ കോഴ്സുകൾ, മെഡിക്കൽ എക്യുപ്മെന്റ് അസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും വലിയ രസകരം. ഒരു വട്ടത്തിൽ തന്നെ നമ്മളത് കാണിച്ചിട്ടുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്നത് എന്താ അറിയാമോ? 18-നും 35-നും ഇടയിൽ പ്രായമുള്ള ക്രിസ്ത്യൻ മുസ്ലിം പെൺകുട്ടികൾക്ക് മാത്രം അപേക്ഷിക്കാം. മനസ്സിലായോ? അതായത് ഈ DDU-GKY ദീനദയാൽ ഉപാധ്യായ ഈ ഗ്രാമീൺ കൗശല്യ യോജനയിൽ ഒരിക്കലും മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഈ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ഇത് പരസ്യം കൊടുക്കുന്നത്, ഞമ്മന്റെ അൽ കേരളത്തിൽ പരസ്യം കൊടുക്കുന്നത് എങ്ങനെയാണ്? 18-നും 35-നും ഇടയിൽ പ്രായമുള്ള ക്രിസ്ത്യൻ മുസ്ലിം പെൺകുട്ടികൾക്ക് മാത്രം അപേക്ഷിക്കാം. ഇതിന്നിപ്പോ കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് വൈറൽ ആയിരുന്നു ഈ പോസ്റ്റൽ. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ് കൃത്യമായിട്ട് നമ്മൾ എടുത്തെടുത്ത് പറയേണ്ടതുണ്ട്. ഒരിക്കലും കേന്ദ്ര പദ്ധതിയിൽ ഇല്ലാത്ത ഒരു കാര്യം പ്രചരിപ്പിക്കാൻ പാടില്ല എന്നിരിക്കെ, അത് നിയമവിരുദ്ധമാണ് എന്നിരിക്കെ അതിനെതിരെ ആരെങ്കിലും പരാതി കൊടുക്കുകയോ നടപടി എടുക്കുകയോ നടന്നിട്ടില്ല എന്നുള്ളതാണ് വളരെ വേദനയോടെ തന്നെ പറയേണ്ടത്. നോക്കൂ, ഏറ്റവും കൂടുതൽ കേന്ദ്ര പദ്ധതികൾ കേരളത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഇത് കേന്ദ്ര പദ്ധതിയാണ്, ഈ കേന്ദ്ര പദ്ധതിയാണ് നരേന്ദ്രമോദി സർക്കാർ നിങ്ങൾക്ക് മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട്, മോദീസ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞു എന്ന് ഓരോ താഴെ തട്ടിലുള്ള ആളുകളിലേക്കും എത്തിക്കുന്നതിൽ നമ്മൾക്ക് സംഭവിച്ച ആ ഒരു പരാജയം തന്നെയാണ് മോദി സർക്കാരിന്, അതല്ലെങ്കിൽ സുരേഷ് ഗോപി സാറിന്റെ ആ ഒരു അപ്രമാദിത്യം കൊണ്ട് മാത്രം കിട്ടി എന്ന് തന്നെ പറയാവുന്ന തൃശ്ശൂരിലെ ആ താമര വിരിയൽ. നമ്മൾക്കറിയാം, ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ V മുരളീധരൻ ജി ആയാലും, ആലപ്പുഴ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ ജി, നമ്മുടെ ശോഭ ചേച്ചി ആണെങ്കിലും, കൃഷ്ണകുമാർ പാലക്കാടാണെങ്കിലും, ഇങ്ങനെ ഒട്ടേറെ മണ്ഡലങ്ങളിൽ 11ഓളം മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാമതെത്തിയ എന്ന വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടത്. അത് ഓൺലൈൻ ചാനലുകളും മറ്റു ദൃശ്യ പത്രമാധ്യമങ്ങൾ എന്ന് പറയാനില്ല, ആകെയുള്ളത് ജനം TV മാത്രമാണ്. എന്നാൽ ജനം TVയിൽ പോലും കേന്ദ്ര പദ്ധതികൾ എത്രത്തോളം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി അവർ മിനക്കെടാറുണ്ട് എന്നുള്ളത് സംശയം തന്നെയാണ്. നമ്മളെ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു ചാനലുകളൊക്കെ വീണ്ടും ഒരുപാട് മിനക്കെട്ട് തന്നെ ഈ കേന്ദ്ര പദ്ധതികൾ ആളുകളിലേക്ക് എത്തിക്കാറുണ്ട്. അത് ഒരിക്കലും ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ DDU-GKY എന്നൊക്കെ പറഞ്ഞ് ഷോർട്ട് ഫോമിൽ കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലൂടെ നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ കാറിലോ ബൈക്കിലോ ഒക്കെ
പോകുന്ന സമയത്ത് ഇലക്ട്രിക് പോസ്റ്റുകളിലേക്കൊക്കെ നോക്കുക, ഇതുപോലെ ഉണ്ടാക്കിയ ഒരുപാട് ഷോർട്ട് ഫോമുകൾ. ഇതൊക്കെ കേന്ദ്രം തന്നെയാണ്. കാരണം ഇവിടെ കട്ട് നക്കാനും കൈയിട്ട് വാരി നക്കാനും തന്റെ മക്കൾക്കും പേരക്കുട്ടികൾക്കും ജീവിക്കാൻ വേണ്ടി വിദേശത്ത് നിക്ഷേപം നടത്തിക്കൊണ്ട് അവിടെ സുഖവാസത്തിന് കളമൊരുക്കുന്ന രീതിയിലുള്ള ഭരണാധികാരികൾ ഭരിക്കുന്ന ഈ നാട്ടിൽ കൃത്യമായിട്ട് വികസനം എന്നുള്ളത് ഈ കേന്ദ്ര സർക്കാർ നൽകുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ എന്നിരിക്കെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതുപോലെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഷോർട്ട് ഫോം നൽകുക, എന്നിട്ടോ ആ പദ്ധതിയിൽ പറയാത്ത മുസ്ലിങ്ങൾക്ക് മാത്രം അതല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും ഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷ സമുദായത്തെ മാറ്റി നിർത്തുക, എന്നിട്ടോ അത് വിശ്വസിപ്പിക്കുന്ന രീതിയിൽ ഇത്ര കണ്ട് ധൈര്യത്തോടുകൂടി അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊക്കെ പേരിലൊക്കെ ഓരോ നോട്ടീസ് പടച്ചുവിടുക, പോസ്റ്ററുകൾ പടച്ചുവിടുക, പരസ്യം നൽകുക എന്ന് പറയുമ്പോൾ ഈ നാടിന്റെ പോക്ക് എവിടേക്കാണ് എന്ന് ആലോചിച്ച് നോക്കൂ. വെള്ളരിക്ക പട്ടണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഇത് യഥാർത്ഥത്തിലെ വെള്ളരിക്ക പട്ടണം തന്നെയാണ്. കാരണം ഇത് വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കേണ്ടവർ ഇത് എത്തിക്കുന്നില്ല എന്നിരിക്കെ വെറും രാഷ്ട്രീയ പോരുമൂത്ത് അതല്ലെങ്കിൽ ഗ്രൂപ്പിസ പോരുമൂത്ത് കൊണ്ട് ഇവിടെ വെറും തേർഡ് റേറ്റ് രാഷ്ട്രീയം കളിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഇനിയെങ്കിലും കണ്ണു തുറന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിജി എന്ന് പറയുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ആ ഒരു ആഫ്റ്റർ എഫക്ട്സ് അതല്ലെങ്കിൽ ആ ഒരു പ്രഭാവം കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും BJPക്ക് എന്തെങ്കിലും ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് അദ്ദേഹത്തോട് തന്നെയാണ് കടപ്പെടേണ്ടത് എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല. സുരേഷ് ഗോപി സാർ ജയിച്ച പോലെ തൃശ്ശൂർ മണ്ഡലത്തിലും ആറ്റിങ്ങൽ മണ്ഡലത്തിലും ആലപ്പുഴ മണ്ഡലത്തിലും പാലക്കാട് മണ്ഡലത്തിൽ അതല്ലെങ്കിൽ കാസർഗോഡ് മണ്ഡലത്തിൽ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇനിയും വോട്ട് വർധനയും ഷെയർ വർധന വോട്ടിംഗ് ഷെയർ വർധനയൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിന് നമ്മളുടെ ഇവിടുത്തെ പ്രവർത്തകരെ കുറ്റപ്പെടുത്തുകയല്ല, ഇവിടെ പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് താഴെ തട്ടിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകൾ എത്രത്തോളം അത് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിസ്സംശയം നമ്മൾ ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ അവരെ ഒരിക്കലും കുറ്റപ്പെടുത്താനാവില്ല. ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി വിജയം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിടത്ത് നല്ല വോട്ടിംഗ് ശതമാനം വന്നു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ 11ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ BJP എത്തിക്കഴിഞ്ഞാൽ അതിൽ ക്രെഡിറ്റ് എടുത്തോട്ടെ, അതിലൊന്നും നമ്മൾക്ക് ആർക്കും വിരോധമില്ല. പക്ഷെ നരേന്ദ്രമോദി സർക്കാർ മോദീസ് ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാട്ടിൽ നടപ്പിലാക്കുന്ന പദ്ധതികളിൽ പോലും ഇത്ര കണ്ട് പച്ചയ്ക്ക് പടച്ചുവിട്ട് നുണകൾ പടച്ചുവിട്ടുകൊണ്ട് ഇസ്ലാമിക ക്രൈസ്തവ പ്രീണനം നടത്തിക്കൊണ്ട് ഇവിടത്തെ BJP സർക്കാർ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികളിൽ പോലും ഇത്രയ്ക്ക് വെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ ഇവിടത്തെ മൂന്നാംകിട പൗരന്മാരായോ ഹിന്ദുക്കൾ എന്നത് ഓരോ ഹിന്ദുവും ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഹിന്ദുവിന് ആരാണ് ഇനി രക്ഷ എന്നുള്ള ചോദ്യത്തിന് അവിടെ കേന്ദ്ര സർക്കാർ രക്ഷയാണോ എന്നുള്ളത് പോലും ചോദ്യചിഹ്നമായിരിക്കുക തന്നെയാണ്. കാരണം ഇത്ര കണ്ട് ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ഈ നാട്ടിൽ ഹൈന്ദവർ ഭരിക്കുന്ന ഈ നാട്ടിൽ ഹിന്ദു സുരക്ഷിതനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ കേരളത്തിൽ സുരക്ഷിതനായിരിക്കില്ല, ബാക്കി എല്ലായിടത്തും സുരക്ഷിതനായിരിക്കും എന്ന ഉത്തരമൊക്കെ വേണമെങ്കിൽ നമുക്ക് കണ്ടെത്താം. പക്ഷെ കേരളത്തിൽ ജീവിക്കുന്ന ഞാനടക്കമുള്ള എന്നെ കാണുന്ന നിങ്ങളടക്കമുള്ള ആളുകൾക്ക് ഈ കേരളത്തിൽ സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് സുരക്ഷിതമായി നമ്മൾക്ക് നേടിത്തരേണ്ടത് ഭരണകർത്താക്കൾ തന്നെയാണ്. അപ്പോൾ സംസ്ഥാന ഭരണം അതിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമ്മൾ വിജയിപ്പിച്ചു വിട്ട അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സുകൊണ്ടും നമ്മളൊക്കെ വോട്ട് ചെയ്തുകൊണ്ടും ആ ഒരു മോദി സർക്കാരിന്റെ നമ്മുടെ BJP ആയാലും NDA മൊത്തത്തിലുള്ള ഇതായാലും സഖ്യമായാലും ഇവരിൽ തന്നെയാണ് നമ്മൾക്ക് പ്രതീക്ഷ. അതുകൊണ്ട് കേരളത്തിൽ എന്ത് നടന്നാലും കാര്യമില്ല, കുഴപ്പമില്ല, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഇവിടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് തന്നെയാണ് മുഖ്യ അജണ്ട, മുഖ്യ ലക്ഷ്യം എന്നുള്ളത് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഇടതുപക്ഷത്തെ വീണ്ടും വീണ്ടും ജയിക്കുമ്പോൾ ഇനിയും സംഭവിക്കുക ഇതൊക്കെ തന്നെയാണ് എന്ന് പറയാതിരിക്കാനാവില്ല. കാരണം കേന്ദ്ര പദ്ധതികൾ പേര് മാറ്റിക്കൊണ്ട് പല വിധത്തിൽ പിണറായി വിജയന്റെ മരുമകനായിട്ടുള്ള റിയാസിന്റെ ഒക്കെ പദ്ധതികളായിട്ടൊക്കെ ഇവിടെ പ്രചരിപ്പിക്കുന്നതൊക്കെ ഫ്ലക്സ് അടിക്കുന്നതും പരസ്യം കൊടുക്കുന്നതും ഒക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ ഇത് അവിടെ നിന്നും ഒരു പടി കൂടി കടന്നിട്ടുണ്ട്. കാരണം എന്താണ്, പച്ചയ്ക്ക് ഏതോ ഒരു അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നുള്ള പേര് പറഞ്ഞുകൊണ്ട് പച്ചയ്ക്ക് നോട്ടീസ് അടിച്ചിറക്കുക, അതിൽ മുസ്ലിം ക്രിസ്ത്യൻ യുവതി യുവാക്കൾ മാത്രം അപ്ലൈ ചെയ്താൽ മതി, അപേക്ഷിച്ചാൽ മതി എന്ന് പച്ചയ്ക്ക് കൊടുക്കുക, എന്നിട്ടോ കേന്ദ്ര പദ്ധതിയുടെ പേര് ഏറ്റവും മുകളിൽ ചെറിയ അക്ഷരത്തിൽ ആർക്കും വായിക്കാൻ പറ്റാത്ത രീതിയിൽ ഭൂതക്കണ്ണാടി വെച്ച് നോക്കി വായിക്കേണ്ട രീതിയിൽ കൊടുക്കുക എന്നതൊക്കെ കൃത്യമായിട്ടുമുള്ള ഇവിടത്തെ ഒരു ആസൂത്രണത്തിന്റെ ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ്. ഇത് കള്ളി പുറത്ത് കൊണ്ടുവരേണ്ടത് ഇവിടത്തെ താഴെ തട്ട് മുതൽ മുകൾ തട്ടിൽ വരെയുള്ള BJP അണികൾ, BJP പ്രവർത്തകർ, സജീവമായിട്ട് ഭാരവാഹിത്വത്തിലുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും തന്നെയാണ്. മാത്രമല്ല കുഞ്ഞു കുഞ്ഞു ഓൺലൈൻ ചാനലുകാരും മറ്റൊട്ടേറെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് ചെയ്യില്ല എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ഓൺലൈൻ ചാനലുകാരെ
പരിഹസിക്കാതെ, ഓൺലൈൻ സംഘികൾ എന്ന് പരിഹസിക്കാതെ, അതല്ലെങ്കിൽ ഓൺലൈനിൽ ഇരുന്ന് അവൻ എന്തും വിളിച്ചു പറയാം, അവനൊന്നിന്റെയും കുറവില്ലല്ലോ എന്നൊന്നും പറഞ്ഞ് അധിക്ഷേപിക്കാതെ അവരുടെ മൂല്യം കണക്കിലാക്കിക്കൊണ്ട് ഇനിയെങ്കിലും മുന്നോട്ട് പോകാനാവട്ടെ. കാരണം ധ്രുവ് റാത്തി എന്ന് പറയുന്ന ഒരു പാകിസ്ഥാൻ ജിഹാദി, പാകിസ്ഥാൻ ഇസ്ലാമിക ഭീകരൻ എത്രത്തോളമാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരെ യൂട്യൂബ് അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പ്രവർത്തിച്ചതെന്നും അതിന്റെ ആഫ്റ്റർ എഫക്ട് അതല്ലെങ്കിൽ അതിന്റെ ആ എഫക്ട് കൃത്യമായിട്ടും ഇവിടെ പ്രതിഫലിച്ചു എന്നുള്ളതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ കൃത്യമായിട്ടും സാമൂഹ്യ മാധ്യമങ്ങളുടെ ഓൺലൈൻ ചാനലുകാരായാലും ഒട്ടേറെ പ്ലാറ്റ്ഫോമുകളായാലും അവരുടേതായിട്ടുള്ള ആ ഒരു പ്രാതിനിധ്യം അവരെ വെറുപ്പിച്ചുകൊണ്ട്, അവരെ പരിഹസിച്ച്, ചാണക സംഖ്യകൾ, അത് ഓൺലൈൻ ചാണകങ്ങൾ, അതെല്ലാം ആ രീതിയിലൊക്കെ പരിഹസിച്ച് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുക ഇതൊക്കെ തന്നെയാണ്. ഇവിടെ ജയിച്ചു കഴിഞ്ഞാലും വോട്ടിംഗ് ശതമാനം കൂടിക്കഴിഞ്ഞാലും അതിന്റെ ക്രെഡിറ്റ് എടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് വളരെ വിനീതമായി തന്നെ പറയേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കേന്ദ്ര പദ്ധതികൾ തങ്ങളുടേതാണ്, മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും മാത്രമുള്ളതാണ്, ഇവിടെ ഹിന്ദുക്കൾ വെറും മൂന്നാംകിട പൗരന്മാരാണ് എന്ന രീതിയിൽ കാണിച്ചുകൊണ്ട് ഇത്തരത്തിൽ പ്രചാരണം കൊടുക്കുമ്പോൾ അതിനെതിരെ നടപടിയെടുക്കാനോ അത് പ്രചാരണം കൊടുക്കുന്ന ആളുകളെ തുറങ്കിലടയ്ക്കാനോ നിയമ നടപടികളിലൂടെ പോവാനോ ഇവിടെ ആരുമില്ല. ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത വെള്ളരിക്ക പട്ടണമായി മാറി എന്നുള്ളത് കാണുമ്പോൾ വിഷമം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.